തളങ്കര പള്ളിക്കാൽ KM ഹസൻ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന സൗജന്യ ഡയാലിസിസ് പദ്ധതി 600ലേക്ക് കടക്കുന്നു. ആദ്യത്തെ 2 ഘട്ട ഡയാലിസിസ് പദ്ധതിക്ക് പിന്നാലെ 300 ഡയാലിസിസിന്റെ 3ാം ഘട്ട പ്രഖ്യാപനം നടത്തി. City Gold and Diamonds, Kerala and Karnataka, the glow of purity. തളങ്കര പള്ളിക്കാൽ KM ഹസൻ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന സൗജന്യ ഡയാലിസിസ് പദ്ധതി 600ലേക്ക് കടക്കുന്നു. ആദ്യത്തെ 2 ഘട്ട ഡയാലിസിസ് പദ്ധതിക്ക് പിന്നാലെ 300 ഡയാലിസിസിന്റെ 3ാം ഘട്ട പ്രവർത്തനം കാസർഗോഡ് നഗരസഭ വൈസ് ചെയർമാൻ KM ഹനീഫ് സമർപ്പിച്ചു. KM ഹസൻ കൾച്ചറൽ സെന്ററിന്റെ പ്രസിഡന്റ് എൻ്റെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് വി മുനീർ, വേദിയിലിരിക്കുന്ന നമ്മുടെ എല്ലാമായ അബ്ദുറഹ്മാൻ സാഹിബ്, ടി ഷാഫി, ടി ഖാലിദ്, അതേപോലെ അമീച്ച ഉസ്താദ്, എൻ്റെ മുമ്പിലിരിക്കുന്ന ഇവിടുത്തെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ മുനീർ പറഞ്ഞ പോലെ നമ്മളൊക്കെ റംസാൻ മാസത്തിൻ്റെ അവസാനത്തെ 10 ഏറ്റവും പുണ്യനാളെന്ന് പ്രതീക്ഷിക്കുന്ന ലൈലത്തുൽ ഖദറിനെ കാത്തുകൊണ്ട് നിൽക്കുന്ന വൈകുന്നേരത്താണുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾക്ക് അറിയുന്ന ഒരു വലിയ സത്യമാണ്, ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അവർ മരിച്ചാലും അതിനെ ഏറ്റെടുക്കാനും അത് കൊണ്ടു നടക്കാനും കുറേ നല്ലവരായ മക്കളുണ്ടാവും, നാട്ടുകാരുണ്ടാവും. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് KM ഹസൻ സാഹിബ് മരിച്ച് ഏകദേശം എനിക്ക് തോന്നുന്നത് 14 വർഷത്തോളം 13-14 വർഷമായെങ്കിലും ഇന്നും എല്ലാവരുടെ മനസ്സിലും അസൂച്ച ജീവിച്ചിരിക്കുകയാണ്. അത് എന്തുകൊണ്ടെന്നാൽ അസൂച്ച ഉണ്ടാകുമ്പോൾ നമ്മൾക്കെല്ലാം അറിയാം, ഇവിടെയൊക്കെ ഒരു വിപ്ലവമായിരുന്നു. കാരണം നിങ്ങൾക്കൊക്കെ ഇപ്പൊ ലൈറ്റൊക്കെ കാണുന്ന ഇന്നായിരിക്കാം, പക്ഷെ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മളൊക്കെ പറയുക ഏരിയ സിംഗപ്പൂർ എന്നാണ്. കാരണം എവിടെയും സ്ട്രീറ്റ് ലാമ്പ് ഇല്ലാത്ത ടൈമിൽ 30ാം മൈലിൽ വന്നാൽ എപ്പോഴും സ്ട്രീറ്റ് ലാമ്പ് കാണും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മോഡേൺ ലൈറ്റും മറ്റൊക്കെ ഇന്ന് കാണുന്ന തുടക്കം കുറിച്ചത് അസൂച്ചയായിരുന്നു. അതേപോലെ ഇന്നിനും അസൂച്ച ഒരു മാർഗദർശിയായിരുന്നു. അപ്പോൾ അസൂച്ചയുടെ പാത പിന്തുടർന്നാണ് ഞാൻ എൻ്റെ ജീവിതം തന്നെ തുടങ്ങിയത്. എൻ്റെ ജീവിതം ആദ്യമായി ഞാൻ കോളേജ് കഴിഞ്ഞ ഉടനെ ഹോട്ടൽ വ്യവസായ അസൂച്ചാൻ്റെ കൂടെ വൈസ്രോയി തുടങ്ങിക്കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും പിന്നീട് ജീവിതത്തിൽ ഹോട്ടൽ വ്യവസായത്തിൽ ബാംഗ്ലൂരൊക്കെ പോയി ചെയ്യാനുള്ള ഒരു പ്രയോജനം അസൂച്ചയിൽ നിന്ന് കിട്ടിയ. കൾച്ചറൽ സെന്റർ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ അധ്യക്ഷത വഹിച്ചു. രോഗികൾക്കുള്ള വാക്കർ, വാട്ടർ ബെഡ് എന്നിവയുടെ വിതരണോദ്ഘാടനം കാസർഗോഡ് സംയുക്ത മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി A അബ്ദുറഹ്മാൻ സാമൂഹ്യ പ്രവർത്തകൻ മാഹിൻ കുന്നിലിന് കൈമാറി നിർവഹിച്ചു. തളങ്കര കണ്ടത്തിൽ മുഹ്യുദ്ദീൻ മദ്രസയിലെ ദീർഘകാലത്തെ സേവനത്തിനു ശേഷം മടങ്ങുന്ന മുഹമ്മദ് റഫീഖ് ഉസ്താദിന് കൾച്ചറൽ സെന്ററിന്റെ ഉപഹാരം മാധ്യമപ്രവർത്തകൻ ടി ഷാഫി സമ്മാനിച്ചു. തുടർന്ന് ഇഫ്താർ സംഗമവും ഉണ്ടായിരുന്നു. കവി PS ഹമീദ്, ടി ഖാലിദ്, അഷ്റഫ് മൗലവി മദ്ദള, അമാൻ അങ്ക തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.